രാജ്യത്ത് CNG വില വീണ്ടും വർദ്ധിപ്പിച്ചു. കിലോയ്ക്ക് 2 രൂപയാണ് കൂട്ടിയത്. 10 ദിവസത്തിനിടെ 6 രൂപയാണ് വർദ്ധിപ്പിച്ചത്. ഡൽഹിയിൽ 83 രൂപ 9 പൈസയാണ് CNG വില. ശരത് ലാൽ വിവരങ്ങളുമായി ചേരുന്നു. ശരത്ത്. ശേഷാഷ്മി, പെട്രോളും ഡീസൽ വില വർദ്ധിപ്പിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് CNGയുടെ വിലയും വർദ്ധിപ്പിച്ചിരിക്കുന്നത്. 2 രൂപയാണ് CNGയുടെ വില ഇന്ന് രാവിലെ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അതോടുകൂടി ഡൽഹിയിലെ വില ഉയർന്നിരിക്കുന്നു. ഡൽഹിയിലെ 83 രൂപ 9 പൈസയായിരിക്കുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു CNGയുടെ വില 1 രൂപ കൂട്ടിയത്. തുടർച്ചയായിട്ട് ഈ 10 ദിവസത്തിനുള്ളിൽ 4 തവണയാണ് വില വർധനയുണ്ടായത്. അതുതന്നെ അതേ പെട്രോൾ ഡീസൽ വില വർധനവ് എങ്ങനെയോ അതിന് ആനുപാതികമായി തന്നെ CNGയും വില വർദ്ധിക്കുന്നു എന്നതാണ് വസ്തുത. ഏതായാലും CNG വില കൂടി വർദ്ധിപ്പിച്ചതോടെ ഡൽഹിയിലെ സംബന്ധിച്ചിടത്തോളം ഡൽഹിയിലെ വാഹനങ്ങളിൽ, ബസ്സുകളിലും അല്ലെങ്കിൽ ടാക്സികളും മറ്റു വാഹനങ്ങളും ഒക്കെ തന്നെ CNG ആണ്. CNG വില വർദ്ധനവ് ഡൽഹിയെ സംബന്ധിച്ചുള്ള ശ്വാസം മുട്ടിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവും. പെട്രോൾ ഡീസൽ വില വർദ്ധനവ് അതായത് ഉന്നത കാറുകളെയും അല്ലെങ്കിൽ ബൈക്കുകളെയും മാത്രമാണ് പിന്നെ ബന്ധപ്പെട്ടതെങ്കിൽ അല്ലെങ്കിൽ അതിനെ ബാധിച്ചതെങ്കിൽ CNG വില വർദ്ധനവ് മൊത്തത്തിൽ തന്നെ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തെ തന്നെ ഡൽഹിയിലെ ബാധിക്കും. ഡൽഹിയിലെ ട്രാൻസ്പോർട്ട് സിസ്റ്റം 89% CNGയിലോടുന്ന വാഹനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു രീതിയിലുള്ള ഒരു ബാധകമായിരിക്കും ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുക. ഇത് തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം CNGയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ആൾട്ടർനേറ്റ് ഇന്ധനം അല്ലെങ്കിൽ എന്ന രീതിയിലുള്ള CNGയെ ജനങ്ങൾ സ്വീകരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ നിലവിൽ പെട്രോൾ ഡീസൽ വില വർധനയ്ക്ക് ആനുപാതികമായി തന്നെ CNGയും വില വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ കൂടുതൽ വിഷമത്ത് വൃത്തത്തിലേക്ക് അകപ്പെടുന്നു എന്ന് പറയേണ്ടി വരും. ഏതായാലും കേന്ദ്രമന്ത്രി ഇത് സംബന്ധിച്ച ഒരു യോഗം എണ്ണ കമ്പനികളുടെ ജോയിന്റ് ഡയറക്ടർമാരുടെ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. മന്ത്രിസഭാ ഉപസമിതി വിളിച്ചു ചേർത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇക്കാര്യത്തിൽ മുന്നോട്ട് പോവുക? നിർമ്മല സീതാരാമനോട് ഈ പെട്രോളിയം മിനിസ്റ്റർ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് ടാക്സ്, അതായത് ഇന്ധന വിലയിലെ ടാക്സിൽ കുറവ് വരുത്തണം, അങ്ങനെ ഉപഭോക്താക്കൾക്ക് നേരിട്ട് വില വർധനവ് ബാധിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകണം. എന്നാൽ ഈ കാര്യത്തിൽ ഒരു നടപടി എടുക്കാൻ ഇതുവരെ ധനകാര്യമന്ത്രിയും തയ്യാറായിട്ടില്ല. ഏതായാലും CNG വില വർധനയോടുകൂടി ഇക്കാര്യത്തിൽ ഒരു സമ്മർദ്ദം ശക്തമാവും എന്ന് തന്നെ കരുതേണ്ടി വരും. ശ്രീലക്ഷ്മി.